ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഞങ്ങളത് ഗോകർണേശ്വരത്ത് നിന്നും യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി വളരെ പ്രശസ്തമായ ഒരു സ്ഥലത്തേക്കാണ്, ഇപ്പോൾ വളരെ പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ് യാത്ര. ചന്ദനമഴ സീരിയൽ കണ്ടവരൊക്കെ ഇതിൻ്റെ പല ഭാഗങ്ങളും കണ്ടിരിക്കും. അപ്പോൾ യാത്ര വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. നിങ്ങളെല്ലാവരും എന്നോടുകൂടി സഞ്ചരിക്കുന്ന വിശ്വാസത്തോടുകൂടി ഞാൻ യാത്ര തുടരുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ലൈക്ക് ഇട്ടിട്ട് കാണാൻ തുടങ്ങിക്കോളൂ. അത്രയും മനോഹരമായ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം അല്ലേ. അങ്ങനെ ഞങ്ങൾ മുരുടേശ്വരത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. മുരുടേശ്വരം ടെമ്പിളിലെത്തിയിരിക്കുകയാണ് ഞങ്ങൾ. അതിൻ്റെ രാജഗോപുരത്തിൻ്റെ 18ാം നിലയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചന്ദനമഴ സീരിയൽ കണ്ടവർക്കൊക്കെ ഇത് ഓർമ്മയുണ്ടാവും അല്ലേ ഈ സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ പിന്നാലെ വരാം കേട്ടോ. ഇവിടെ ഇപ്പോഴും ധാരാളം കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ മുകളിലേക്ക് കയറുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ നല്ല തിരക്കുണ്ട്. 2 ലിഫ്റ്റാണുള്ളത്. അവിടെ നല്ല തിരക്കാണ്. കാത്തു നിൽക്കുകയാണ് ലിഫ്റ്റ് വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കൗണ്ടറിൻ്റെ പിക്ചറൊക്കെ ഒന്ന് എടുത്തിട്ടാണ്. ഇതാ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ആളുകളൊക്കെ ചെറിയ പൊട്ടുപോലെ കാണുന്നുള്ളൂ. ഏഷ്യയിലെ ഏറ്റവും വലിയ രാജഗോപുരം ഇതാണെന്നാണ് പറയുന്നത്. 20 നിലയാണുള്ളത്. പക്ഷേ 18ാമത്തെ നിലയിൽ മാത്രമേ വിസിറ്റേഴ്സിന് ആക്സസ് ഉള്ളൂ കേട്ടോ. നമുക്ക് കയറാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് ഇനി കിട്ടുമെന്നറിയില്ല. അപ്പോൾ അവിടേക്കുള്ള ടിക്കറ്റ് ചാർജ് 20 രൂപയാണ് ഒരാൾക്ക്. അതൊരു നഷ്ടമല്ല. നമുക്കത് കാണുമ്പോൾ ഇവിടുത്തെ മുകളിലുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമുക്കതൊരു നഷ്ടമായിട്ട് തോന്നില്ല. അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണ്. ഈ മുരുടേശ്വര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഗോകർണേശ്വര ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിൽ ഞാൻ ഗോകർണേശ്വര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കാര്യം പറഞ്ഞിരുന്നു. ഗോകർണേശ്വര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ബാക്കി പത്രമാണ് ഈ ക്ഷേത്രം. അതായത് രാവണന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് ഗണപതി ആത്മലിംഗം നിലത്ത് വെക്കുകയും ലിംഗം നിലത്തുറച്ചു പോവുകയും ചെയ്തുവല്ലോ. അപ്പോൾ രോഷാകുലനായ രാവണൻ അത് പൊക്കിയെടുത്ത് നശിപ്പിക്കുവാൻ ശ്രമിച്ചുവെന്നും ആ ശക്തമായ ബലപ്രയോഗം മൂലം ആത്മലിംഗം പല ഖണ്ഡങ്ങളായി ചിതറുകയും ലിംഗത്തിൻ്റെ മുകൾ ഭാഗം ഉൾപ്പെടുന്ന ഖണ്ഡം കുറച്ചകലെയുള്ള സൂരത്കൽ എന്ന പ്രദേശത്ത് ചെന്ന് പതിക്കുകയും ചെയ്തു അത്രേ. തുടർന്ന് രാവണൻ ലിംഗത്തിൻ്റെ പേടകവും പേടകത്തിൻ്റെ അടപ്പും ഏറ്റവും ഒടുവിലായി ആത്മലിംഗത്തെ ചുറ്റിയിരുന്ന തുണി കൊണ്ടുള്ള ആവരണവും ഓരോ സ്ഥലത്തേക്ക് എടുത്തെറിഞ്ഞു. വെയിൽ ആവരണം വന്ന് പതിച്ച കന്തുകഗിരിയിലാണ് മുരുടേശ്വര ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസം. എന്തായാലും കഥകൾ കേൾക്കാൻ നല്ല രസം അല്ലേ. ധാരാളം ആളുകൾ ഇവിടെ മുകളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ധാരാളം കുടുംബങ്ങളുണ്ട്. അവരിതാ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല കാറ്റ്. 2 ഹോളാണുള്ളത്. അതിൽ ഒരു ഹോളിന് 3 ഭാഗത്ത് ജനലുണ്ട്. നല്ല വിസ്താരമേറിയ കാഴ്ചകൾ കാണാം. എന്നാൽ ഇന്നത്തെ മുരുടേശ്വര ക്ഷേത്രം ഏകദേശം 5 പതിറ്റാണ്ട് മുമ്പ് ആഹൻ ഷെട്ടി, അതായത് രാമനാഗപ്പട്ട് ഷെട്ടി എന്ന ഒരു ധനികനായ വ്യവസായിയുടെ ശ്രമഫലമായാണ് ഇതുപോലെ പുരോഗമനങ്ങൾ ഉണ്ടായതെന്നാണ് പറയുന്നത്. ക്ഷേത്രവുമായി ആദ്യമേ ആത്മബന്ധമുണ്ടായിരുന്ന അദ്ദേഹം 1977 മുതൽ ഈ ക്ഷേത്രം പുനരുദ്ധീകരിക്കുവാൻ ശ്രമം ആരംഭിച്ചു. 249 അടി ഉയരമുള്ള 20 നിലകളിലുള്ള ഈ രാജഗോപുരം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രാജഗോപുരമാണെന്നാണ് പറയുന്നത്. ഇതൊരു ഹോളും അവിടെ ഒരു ഹോളും, അങ്ങനെ 2 ഹോളായിട്ടാണ്. ഇത് ചെറുതും മറ്റേത് വലുതുമാണ്.
മറ്റേതിൽ 3 വശത്തേക്കുള്ള ജനലുണ്ട്, ഇവിടെ ഒരു വശത്തേക്കുള്ള ജനലാണ്. നല്ല കാറ്റ്, നല്ല സുഖമുള്ള കാറ്റ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ആരും പോണാണില്ല. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്, ആരും കയറുന്നത് കാണുന്നില്ല. ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അവിടെ കയറ് വെള്ളത്തിൽ കിടക്കണമെങ്കിൽ പാമ്പൊന്നുമല്ല, കയറാണ്. അതൊക്കെ ഇവിടുന്ന് കാണണമെങ്കിൽ സൂക്ഷിച്ചിട്ടാണ് പോണം. ആൾക്കാരെ പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞാൽ വൃത്തിയുള്ളൂ കാണാം. ഇതിൻ്റെ ഈ അറ്റത്താണ് ഗോകർണം കിടക്കുക. ഈ ഷോപ്പ് ശിവന്റെ ഫോട്ടോ ഇതുണ്ട്. ഇത്ര ലൈറ്റ് അവിടെ അടിച്ചിട്ട് പത്മാസനത്തിൽ ധ്യാനലീനനായി ഇരിക്കുന്ന ചതുർബാഹുവായ പരമശിവന്റെ ഈ ശില്പത്തിന് 123 അടി ഉയരമാണത്രേ. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമകളിൽ രണ്ടാമത്തേതാണ്. ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയായി നേപ്പാളിലെ കാഠ്മണ്ഡുവിലുള്ള കൈലാസ്നാഥ് ദേവപ്രതിമ 143 അടി ഉയരം കഴിഞ്ഞ ശില്പമാണ്. ఇది ఆత్మలింగ, అది సూర్యుడు, ఇది శివుడు డాన్స్ ఆడతాడు. താഴെ ഇറങ്ങി അമ്പലത്തിലേക്ക് നടക്കുകയാണ്. അമ്പലത്തിനുള്ളിലും ധാരാളം കാഴ്ചകളുണ്ട് കാണാൻ. അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കണ്ട കാഴ്ചകൾ അതിലേറെ മനോഹരമാണ്. ധാരാളം കാഴ്ചകളുണ്ട് കാണാൻ. അവിടെ ശരിക്കും സത്യം പറഞ്ഞാൽ സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ എടുക്കാൻ എൻ്റെ ഫോണിൽ ചാർജൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നടക്കാനുണ്ട്. അത് എനിക്ക് കാലിന് വയ്യാത്തതുകൊണ്ട് ഞാൻ അധികം നടക്കാനൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ ചേട്ടനും സുജാതയും കൂടി അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഞാനവിടെ ഒരു ബൈക്കിരുന്നു. അപ്പോൾ ധാരാളം കാഴ്ചകളുണ്ട് കാണാൻ. ഇനി ഒരിക്കൽ കൂടി പോകണം എന്നൊരാഗ്രഹമുണ്ട്. ശരിക്ക് ഒരു ദിവസം മുഴുവൻ നിന്നാലും കാണാൻ കാഴ്ചകൾ ധാരാളമുണ്ട്. അധികം കാഴ്ചകൾ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച് ചില ഫാമിലിനെയൊക്കെ പരിചയപ്പെട്ടു. കണ്ടു. ശരിക്ക് ഇവിടെ പിൽഗ്രിമേജിനേക്കാളും കൂടുതൽ ടൂറിസ്റ്റ് കൂടി ഉള്ള സ്ഥലമാണ്. ബീച്ചിൽ വളരെയധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടേക്കൊന്നും പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇത് കണ്ടില്ല എന്ത് മനോഹരമായ കാഴ്ചകളാണെന്ന് അവിടെ മുഴുവനുള്ളത്. പിന്നെ അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരുന്നതാണ്.
അതൊറ്റയ്ക്കൊരു വീഡിയോ ഇടുന്നതാണ്. ഇങ്ങനെ സ്റ്റെപ്പ് കയറി കയറി ഇങ്ങനെ പോകാം. സ്ലോപ്പും ഉണ്ട്, സ്റ്റെപ്പും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് മ്യൂസിയം. കുറേ ദൂരം നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. പക്ഷെ ഞാനവിടെ ഒരു ഭാഗത്ത് ഇരിക്കുക ചെയ്തത്, കാരണം എനിക്ക് കാലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മനോഹരമായ കാഴ്ചകൾ. ഭഗവത്ഗീതയുടെ പല ഭാഗങ്ങളും ഇങ്ങനെ കൊത്തുപണികളാക്കി വെച്ചിട്ടുണ്ട്. ഗീതോപദേശം നൽകുന്നത്. എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുക്കാനുള്ള തിരക്കിലാണ്. കാഴ്ചകൾ മുഴുവൻ കാണാൻ കഴിഞ്ഞില്ല എന്ന സങ്കടത്തോടു കൂടി ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറയുകയാണ്. ഇപ്പോഴും നല്ല തിരക്കുണ്ട്. ഞങ്ങൾക്ക് ഇനിയും കുറേ ദൂരം സഞ്ചരിക്കാനുണ്ടല്ലോ. മൂകാംബികയിലേക്ക് എത്താൻ കുറേ ദൂരമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോകുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. സസ്നേഹം, അമ്മു.